നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ കൊല്ലത്താണ് ഇന്ന് മാന്യമഹാജനങ്ങളെ ഉള്ളത്. എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് വീണ്ടും ജനവിധി തേടുമ്പോൾ പ്രേമചന്ദ്രനെ നേരിടാനെത്തുന്നത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും DYFI മുൻ ദേശീയ അധ്യക്ഷനുമായ KN ബാലഗോപാലാണ്. KV സാബു NDA സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് ജനവിധി തേടുന്നു. വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്താണ് ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്കും പ്രവർത്തകർക്കും ജനങ്ങൾക്കും പറയാനുള്ളത് എന്ന് അന്വേഷിക്കുകയാണ് മാന്യമഹാജനങ്ങളെ. മാന്യമഹാജനങ്ങളെ, കഴിഞ്ഞ 5 വർഷവും ഇവിടെ ഒരു MP ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളാരും ഈ പരൂർ മേഖലയിൽ ഒരു വികസനത്തിലും MP കണ്ടിട്ടില്ല. ഇവിടെയാണെങ്കിൽ പുറ്റിങ്ങൽ ദുരന്തമുണ്ടായി. ആ സമയത്തും MPയുടെ ഒരു പ്രത്യേകതയും ഒരു പ്രത്യേകമായ ഒരു താല്പര്യത്തോടു കൂടി ഈ മേഖലയിൽ ഇടപെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഇവിടെയാണെങ്കിൽ കടൽ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ജീവിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ MPയുടെ പ്രവർത്തനം ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. ഇവിടെ കടൽ കയറി ഒരുപാട് കടൽ കയറി മേഖലകൾ എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കടലിൻ്റെ ആ തിരമാലകളുടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കടൽ കയറുകയും അവിടെ പോസ്റ്റുകൾ വരെ ഇടിഞ്ഞ് കടലിലോട്ട് പോകുന്നൊരവസ്ഥയുണ്ടായി. എന്നിട്ട് പോലും MP ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല. MP ഈ മേഖലയിൽ ഒരു പ്രത്യേകമായ ഒരു പരിഗണന നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, MP പൂർണ്ണമായ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുണ്ട്. അവരുടെ പാർട്ടിയും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മൗന സമ്മതത്തോടു കൂടി ആ പ്രധാനമന്ത്രിയെയും അവർ നയിക്കുന്ന ഫാസിസ്റ്റ് സർക്കാരിന് പിന്തുണ നൽകുന്ന ഒരു സമീപനമാണ് MP സ്വീകരിച്ചിട്ടുള്ളത്. MPയുടെ ഒരു പ്രത്യേക താല്പര്യത്തോട് MP പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്ന ആ രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കാതെ BJPയും സംഘപരിവാറിനും വേണ്ടി അവർ കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. ഈ ഇലക്ഷനിൽ തന്നെ MP ആരുടെ കൂടെയാണെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവരും ഒരു സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. കാരണം സംഘപരിവാറിന് കൂടെയാണോ അതോ ആരുടെ കൂടെയാണെന്നുള്ളത് സംശയമാണ് നമുക്കെല്ലാവർക്കും. മഹാജനങ്ങളെ, 5 വർഷമായി അധികാരത്തിലുള്ള BJP ഗവൺമെൻറ് അധികാരത്തിലേറുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് 2 കോടിയിലധികം ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുമെന്നും വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്നും സാധാരണക്കാർക്കും കൃഷിക്കാർക്കും ഒക്കെയുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം നടപ്പാക്കുമെന്നും പറഞ്ഞ് അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ പാവപ്പെട്ട കർഷകരുടെയും തൊഴിലാളികളുടെയും കഞ്ഞിപ്പൊടി മുട്ടിക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ 5 വർഷമായി നടത്തി വരുന്നത്. ആയതിനാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുവാൻ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ജനാധിപത്യ വിശ്വാസികൾ ആകമാനം തയ്യാറായി കഴിഞ്ഞു എന്ന വസ്തുതയാണ് ഞങ്ങൾക്ക് ബോധിപ്പിക്കുവാനുള്ളത്. പിന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറുമ്പോൾ പറഞ്ഞത് ഞങ്ങളെല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. കേരള ഗവൺമെൻറ് കഴിഞ്ഞ 1000 ദിവസമായി കേരളത്തിൻ്റെ ഭരണം കൈയാളുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തുവെന്ന് ജനങ്ങളോട് പറയാനുള്ള അവകാശം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അപ്പോൾ വരും കാലങ്ങളിൽ തീർച്ചയായും ഞങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസമുള്ളത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മോദി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുവാൻ ഇന്ത്യയിലെ തന്നെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന ഒരു മെസ്സേജാണ് ഞങ്ങൾക്കുള്ളത്. ഈ വരുന്ന 23-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഭാവി ഭാരതത്തിൻ്റെ ഭാഗോദയം തീർക്കുന്ന, ഭാരതത്തെ രക്ഷിക്കുവാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. അല്ലാതെ കുണ്ടറ അണ്ടിയാപ്പീസിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ല സഖാക്കളെ. ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ പ്രേമചന്ദ്രൻ വമ്പിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. നരേന്ദ്രമോദിയെ ഈ ഭരണത്തിൽ എത്തിക്കാൻ കാരണം മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനെ പ്രധാനമന്ത്രിയാക്കിയതാണ്. ഈ രാജ്യം അഴിമതിയിലും കെടുകാര്യസ്ഥത്തിലും കോർപ്പറേറ്റ് കൊണ്ടെത്തിച്ച് രാജ്യത്ത് കട്ടുമുടിച്ച മൻമോഹൻ സിംഗിൻ്റെ ഭരണമാണ് നരേന്ദ്രമോദിയെ ഭരിക്കാൻ കൊണ്ടെത്തിച്ചു. ആ കോൺഗ്രസ് എന്ന ഒരു വലിയ മഹാസംഘടന ഇവിടെ തൂത്തെറിയപ്പെട്ടു. 44 സീറ്റിലേക്ക് ഈ കോൺഗ്രസ് കൊണ്ട് ഇവിടെ വന്നെത്തി. ഇപ്പോൾ
ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അഴിമതിയിൽ നിറഞ്ഞ ഭരണം, ആ അഴിമതിയും നാടിനെ ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള സാംസ്കാരിക അധപതനവും മൂലം ആണ് പിണറായി സർക്കാർ ഇവിടെ ഭരണത്തിൽ വന്നത്. ഈ പിണറായി സർക്കാർ ഈ കഴിഞ്ഞ 3 വർഷമായി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ബദലായ ഒരു സാമ്പത്തിക നയവും ഏറ്റവും ഉന്നതമായ പാവപ്പെട്ടവരോടുള്ള സ്നേഹവും മൂലം ഈ രാജ്യത്ത് ഈ കേരളത്തിലെ ജനങ്ങളെ ഉന്നതിയിൽ എത്തിച്ചു. ഇപ്പോൾ വീണ്ടും പ്രേമേന്ദ്രൻ എന്ന ഒരു ശക്തിയെയും കൊണ്ട് ഒറ്റയാൻ പട്ടാളം എന്ന രീതിയിൽ RSPയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഈ RSPയുടെ സ്ഥാനാർത്ഥി ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ തെക്കുംഭാഗം പ്രദേശത്ത് എന്തെങ്കിലും ചെയ്തു തന്നതായി നമുക്ക് പറയാൻ കഴിയത്തില്ല. അതേസമയത്ത് ഇവിടെ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബാലഗോപാൽ, അദ്ദേഹം ഈ സ്കൂളിന് വേണ്ടി, തെക്കുംഭാഗം സ്കൂളിന് വേണ്ടി ഒരു ബസ് തന്നെ വാങ്ങിത്തന്നു. അങ്ങനെ ഈ പ്രദേശത്തോടും ഈ രാജ്യത്തോടും വളരെ കൂടുതൽ താല്പര്യവും കാണിക്കുന്ന ബാലഗോപാൽ സഹാവിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്നാണ് എനിക്ക്. മാന്യമായ ജനങ്ങളെ, കൊല്ലം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന NK പ്രേമേന്ദ്രൻ MP, മുൻ MP ആണ്. ഇനി തുടർന്നും MP ആയിട്ട് തന്നെ ജയിച്ചു വരുമെന്നും വളരെ 65,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുമെന്നും അദ്ദേഹം പാർലമെൻറ്റിൽ മുത്തലാഖ് ബില്ലിനെതിരെ മുസ്ലിം ജനങ്ങൾക്ക് വേണ്ടി വളരെ ആവേശപൂർവ്വം മുത്തലാഖ് ബില്ലിനെതിരെ അയാൾ നിന്ന ഒരാളുമാണ്. അപ്പം അദ്ദേഹത്തിന് വളരെ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് വരെ അയാളെ ഇൻവൈറ്റ് ചെയ്തു, പ്രധാനമന്ത്രി ഇൻവൈറ്റ് ചെയ്തു എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് BJPയിലോട്ട് പോകുമെന്നും, ജയിച്ചു കഴിഞ്ഞാൽ BJPയിലോട്ട് പോകുമെന്നും, BJPക്കാരനാവുമെന്നും, പാർട്ടി മാറുമെന്നും ഒക്കെ ജനങ്ങളെ പല രീതിയിലും അദ്ദേഹത്തിനെക്കുറിച്ച് തെറ്റായ ധാരണകളും മറ്റും വിശ്വസിക്കുന്ന തരത്തിലുള്ള പല വാചകങ്ങളും ഉണ്ടാക്കി അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് അയാളെ വേറൊരു രീതിയിൽ സംഖ്യയാക്കിക്കൊണ്ട് അയാളെ പെരുമാറ്റുന്നതും വളരെ വേദനാജനകമായ ഒരു ഘടകമാണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ജയം അദ്ദേഹം വിജയിക്കുമെന്ന് കണ്ടുകൊണ്ട് മറ്റുള്ള എതിർ പാർട്ടികൾ അദ്ദേഹത്തിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് വളരെ വിഷമമുണ്ട്. അയാൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി വളരെ കമ്മ്യൂണിറ്റിയിലേക്ക് വേണ്ടി വളരെയേറെ ജാതിമത ഭേദമന്യം അല്ലാതെയും കൊല്ലം നിയോജക മണ്ഡലത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടിയോ ഇല്ലാതെ ഏവർക്ക് വേണ്ടിയും അദ്ദേഹം ഒരേ കണക്ക് കണ്ട് ആർക്കും യഥേഷ്ടം എപ്പോഴും നേരിട്ട് കണ്ട് ഏത് കാര്യങ്ങളും പരാതികളും ഉന്നയിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് യാതൊരു താഴെത്തട്ടിൽ നിന്നും മറ്റൊരാളുടെ നോട്ടീസോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. അദ്ദേഹത്തിന് ഏത് ജനങ്ങൾക്കും എപ്പോഴും തുറന്നിട്ട കണക്ക് അദ്ദേഹത്തിന് ചെന്ന് പരാതികളും കാര്യങ്ങളും ബോധിപ്പിക്കാം. ആർക്കും എന്ത് കാര്യങ്ങൾക്കും അദ്ദേഹത്തിനെ ബന്ധപ്പെടാം. യാതൊരു തർക്കവും തടസ്സവും ഇല്ല. വ്യക്തമായ നിലപാടിലെല്ലാം അദ്ദേഹത്തിന് ധരിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതൊരു കാര്യത്തിനും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നടപടികൾ സ്വീകരിക്കും. മാന്യമായ ജനങ്ങളെ, ഈ നാട്ടിലെ MP പറയുന്നു ഇവിടെ ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ചാത്തന്നൂർ മണ്ഡലത്തിൽ കുറേ ലൈറ്റുകളല്ലാതെ എന്ത് വികസനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? പിന്നെ വർഷങ്ങളായിട്ട് DYFI നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതിച്ചോറ് വിതരണത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നവരാണ്. അതുപോലും രാഷ്ട്രീയവൽക്കരിച്ച് പാവപ്പെട്ടവരുടെ വിശപ്പിനെ തന്നെ തടഞ്ഞു നിർത്തുന്ന UDFൻ്റെ വെറും രാഷ്ട്രീയമായ തരം താഴ്ന്ന പരിപാടിയാണത്. ഇവിടെ ഒരു വികസനവും ചെയ്യുന്നില്ല. മാന്യമായ ജനങ്ങളെ, ഈ ഇന്ത്യ ആര് ഭരിക്കണമെന്നുള്ള ഇലക്ഷനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാമുഖ്യം. ഇന്ത്യയിൽ ഭരിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു കിരാത ഭരണവും അതിന് ശക്തമായ പ്രതിപക്ഷ നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയുമാണ്. അപ്പോൾ ഇതിലെ മറ്റു കക്ഷികൾക്ക് യാതൊരുവിധ പ്രാധാന്യവുമില്ല. ഇന്ത്യ ആര് ഭരിക്കണമെന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിൽ ഒരു ജനാധിപത്യ മതേതര സർക്കാർ ഉണ്ടാകണം. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബീഫ് ആര് കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന മറ്റവൻ്റെയൊക്കെ അടുക്കളയിൽ കയറി നിന്നുകൊണ്ട് അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുന്നത് പോലും ആര് തീരുമാനിക്കുന്ന ഒരു നരേന്ദ്രമോദിയുടെ സർക്കാരിനെ തൂത്തെറിയാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരേണ്ടത് അത്യാവശ്യമാണ്. അതിന് തീർച്ചയായും അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ള യാതൊരു സംശയമില്ല. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ
അതിശക്തമായ മത്സരത്തിൽ NK പ്രേമചന്ദ്രൻ MP ലോക്സഭയിലെ ഏത് ചർച്ചയിലും പങ്കെടുക്കുകയും അതിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ നിരാകരണ പ്രമേയം, മുത്തലാഖ് ബിൽ ഉൾപ്പെടെയുള്ള ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള ഏത് വിഷയത്തിലും പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും നിരാകരണ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ, ഇന്ത്യയിലെ ഒന്നാമനായ MP എന്നുള്ള നിലയിൽ സീതാറാം യെച്ചൂരി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയും കൂടി ഉൾപ്പെടുന്ന ജഡ്ജിംഗ് കമ്മിറ്റി തീരുമാനിച്ച് ഇന്ത്യയിലെ ഒന്നാമനായ MP എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ NK പ്രേമചന്ദ്രനെ ഒരു മതേതര ജനാധിപത്യ സർക്കാരിൽ, രാഹുൽ ഗാന്ധിയുടെ കീഴിലുള്ള ഒരു മതേതര ജനാധിപത്യ സർക്കാരിൽ നയിക്കുവാൻ വേണ്ടി കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ ജനങ്ങളും മതേതര ജനാധിപത്യ സർക്കാരിന് വേണ്ടി NK പ്രേമചന്ദ്രൻ്റെ കീഴിൽ അണിനിരക്കുമെന്നുള്ള നിലയിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ കിരാത ഭരണത്തിന് വേണ്ടിയുള്ള ഒരു വിധിയെഴുത്തും കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ കാര്യമില്ല. നമുക്ക് ഓർമ്മയുണ്ട്, കണ്ണൂരിലെ പിഞ്ചു കുഞ്ഞുങ്ങളായ കൃപേഷിനെയും അതുപോലെ നമ്മളെ ഷുഗീമിനെയും ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് കിരാതന്മാർ കൊന്നവരെയെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭരണ നേതൃത്വത്തിനുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മതേതര സർക്കാർ വരാനുള്ള ശക്തമായ തെരഞ്ഞെടുപ്പായിരിക്കും. അതിന് പ്രബുദ്ധരായ ജനങ്ങളെല്ലാം ചെയ്യണം. ശബരിമലയിലെ വിഷയം ഏറ്റെടുക്കുമ്പോഴും ക്രിസ്ത്യൻ പള്ളിയുടെ ഓർത്തഡോക്സ് സഭയിലെ വിഷയം ഏറ്റെടുക്കുമ്പോഴും മാർക്സിസ്റ്റിൻ്റെ തനി മുഖം നമ്മൾ കണ്ടതാണ്. വിശ്വാസികളെ ചവിട്ടി തേക്കുന്ന ശബരിമലയിലെ നെയ്ത്തേങ്ങയും നിറച്ചുകൊണ്ട് വിശ്വാസ സംരക്ഷണത്തിനായി ശബരിമല അയ്യപ്പനെ കാണാൻ പോയവരെ ചവിട്ടി തേച്ച കിരാത ഭരണത്തിനുള്ളൊരു മറുപടിയും കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതിൽ യാതൊരു സംശയമില്ല. അതിന് ഉള്ള ഉറപ്പിച്ച വോട്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ഏപ്രിൽ 23 നടക്കുന്ന 17ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി സഖാവ് C. ദിവാകരൻ വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിനുള്ള കാരണം ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം KV സുരേന്ദ്രനാഥിനെയും PK വാസുദേവൻ നായരെയും അതുപോലെ തന്നെ സഖാവ് പന്ന്യൻ രവീന്ദ്രനെയും വിജയിപ്പിച്ച മണ്ഡലമാണ്. ആ വിജയമാണ് ഇപ്പോൾ ആവർത്തിക്കാൻ പോകുന്നത്. സഖാവ് ദിവാകരനെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല. അദ്ദേഹം ഇവിടെ നടന്ന എല്ലാവിധ പ്രക്ഷോഭ സമരങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആളും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. അതേസമയം കുമ്മനം എന്ന വ്യക്തി, അദ്ദേഹം ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാതെ ജനങ്ങളെ നീറുന്ന ഒരു പ്രശ്നങ്ങൾക്കും ഈ സംസ്ഥാനത്ത് ഒരു പ്രശ്നങ്ങളെയും സമരമുഖത്ത് ശ്രീ കുമ്മനത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീ C. ദിവാകരൻ്റെ വിജയം ഉറപ്പാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീ NK പ്രേമചന്ദ്രൻ രാജ്യത്തിൻ്റെ MP ആയി രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കാനും രാജ്യത്തിൻ്റെ വികാര വിചാരങ്ങളെ മനസ്സിലാക്കി അദ്ദേഹം ഒരു UDFൻ്റെ MP ആയിട്ടല്ല, രാജ്യത്തിൻ്റെ MP ആയിട്ട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയം ഞങ്ങൾക്കും തീരെയില്ല, എതിരാളികൾക്കും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ള പരിശ്രമമാണ് UDFൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എതിരാളികൾ പോലും അദ്ദേഹത്തിൻ്റെ വിജയത്തെ പൂർണ്ണമായും ഉറപ്പിച്ചുകൊണ്ട് അവർക്ക് അഭിമാനം നിലനിർത്തണം എന്നുള്ള ഒരു നിലയിലുള്ളൊരു പരിശ്രമം മാത്രമായിട്ടാണ് ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പേരുകൾ സംഘി എന്ന് പേര് വിളിച്ചു പോലും ആക്ഷേപിച്ചിട്ടുണ്ട്. എതിരാളികൾ എടുത്തു പറയാൻ, ഒരാളിനെ എടുത്തു പറയാൻ പറ്റാത്ത നിലയിലുള്ള പദപ്രയോഗങ്ങൾ പോലും എതിരാളികൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആര് പറഞ്ഞാലും അദ്ദേഹത്തിന് വോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും രാജ്യത്തിൻ്റെ MP ആയി ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട MP NK പ്രേമചന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ എത്തിച്ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലേ. മാന്യമഹാജനങ്ങളെ, ഈ 17ാമത് ഭാരതത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ദിവാകരൻ വിജയിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് വോട്ട് ചോദിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിവരുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. രണ്ടാമത് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന വർഗീയവാദിയുടെ വികലമായ സാമ്പത്തിക നയങ്ങൾക്കെതിരെ വോട്ട് ചോദിക്കുന്നു. ഈ രണ്ട്
കാരണങ്ങൾക്കാണ് ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതെല്ലാം പേയ്മെൻറ്റ് ചാനലുകാർ സർവേ നടത്തി UDF-നും കുമ്മനം രാജശേഖരനും അനുകൂലമായി സർവേ നടത്തി വിധി പറഞ്ഞാലും സീതികാരൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. 100% വിജയം ഉറപ്പാണ്. മാധ്യമങ്ങളെ, ഈ വരുന്ന 23 നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF-ന് പ്രതിയായി മത്സരിക്കുന്ന NK പ്രേമചന്ദ്രൻ 1,00,000 പേർ വോട്ടിന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും. കാരണം കൊല്ലം ജില്ലയിൽ നിരവധി വികസന കാര്യങ്ങളാണ് NK പ്രേമൻ ചെയ്തിട്ടുള്ളത്. അതെല്ലാ ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. NK പ്രേമചന്ദ്രൻ 1,00,000 പേർ വോട്ടിന് വൻപിച്ച ഒരു ജയിച്ചിരിക്കും. കൊല്ലത്തിനൊരു കേന്ദ്രമന്ത്രി NK പ്രേമചന്ദ്രൻ. നിലവിലെ സിറ്റിംഗ് MP ആയ NK പ്രേമചന്ദ്രൻ ഈ കൊല്ലം ജില്ലയിലാവട്ടെ പരവൂർ മുനിസിപ്പാലിറ്റിയിലോ ചാത്തൻ നിയോജകമണ്ഡലത്തിലോ യാതൊരുവിധ വികസനവും നടപ്പിലാക്കിയിട്ടില്ല. ഈ തീരദേശ മേഖലയായ ഈ പരവൂർ ഈ ഏരിയയിൽ പോലും യാതൊരുവിധ വികസനം നടപ്പിലാക്കിയിട്ടില്ല. LDF-ന് വളരെയധികം തേരോട്ടമുള്ള നാടാണ് ഈ ചാത്തൻ നിയോജകമണ്ഡലം. ഇവിടെ തീർച്ചയായും ശ്രീ KN ബാലഗോപാൽ തന്നെ വിജയിക്കും. ബഹുമാന്യ ജനങ്ങളെ, ഈ വരുന്ന ഏപ്രിൽ 23 നടക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി C. ദിവാകരൻ സഖാവിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഇലക്ഷൻ പ്രചരണത്തിന് നിൽക്കുന്നത്. ഈ വർഗീയവാദികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. ഇപ്പോൾ തന്നെ സ്ത്രീകളുടെ ഏതൊരു അവകാശത്തെയും ഹനിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശബരിമല പ്രശ്നം തന്നെ ഇപ്പോൾ അതിന് ഉദാഹരണമാണ്. സ്ത്രീകൾ വാതോരെ പറയുകയും സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ തന്നെ നിഷേധിക്കുന്ന തരത്തിലും വർഗീയവാദം പൂർണ്ണമായും നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. ഇവർ ഇപ്പോൾ ആകാശവും ഭൂമിയും ഒക്കെ തന്നെ വിറ്റഴിച്ച് കഴിഞ്ഞ് സാധാരണക്കാർക്ക് നിൽക്കാൻ പോലും കിട്ടാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. LDF സർക്കാർ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പലതരം വികസന പ്രവർത്തനങ്ങളും വിരളി കൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഫ്ലക്സ് വെച്ചുകൊണ്ട് മാത്രം ഉള്ളൊരു MP ആണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. ഫ്ലക്സ് വഴിയാണ് പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. അല്ലാതെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ആ MP ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ പോലും കണ്ടിട്ടില്ല. ഇലക്ഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ നിരത്തി വെച്ചുകൊണ്ട് കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് വാക്കാലെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു MP നമുക്ക് വേണ്ട. നമ്മുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സഖാവിനെ വിജയിപ്പിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. ബാലഗോപാല സഖാവ് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഈ കൊല്ലം നിയോജകമണ്ഡലത്തിൽ ഭൂരിപക്ഷത്തോട് വിജയിക്കും. കാരണം ബാലഗോപാല സഖാവ് എന്നും കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വോട്ടും വാങ്ങിച്ചുകൊണ്ട് പോയി BJP-യിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവനായിരിക്കത്തില്ല. BJP-കാരനാകത്തില്ല. ഈ നാട്ടിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർക്കെല്ലാം അറിയാമല്ലോ ഈ നാട്ടിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നതിന് ശേഷം കിട്ടിയ ആനുകൂല്യങ്ങളും പ്രളയത്തിൽ സഹായിച്ചതും ഇന്ന് ഓരോരുത്തരെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൻഷൻ കാശിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ബൂത്തിൽ ചെല്ലുമ്പോൾ ആലോചിക്കത്തില്ലേ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, ആരാണ് നമ്മളെ സഹായിക്കുന്നത്, നമ്മളെ സഹായിക്കുന്നവരല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. ഇന്ന് ഓരോ വലിയമ്മമാരും ഗുളിക വാങ്ങുന്നതും ആഹാരം കഴിക്കുന്നതും പ്രതിമാസം കൊടുക്കുന്ന 600 1200 ആക്കിയത് ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലേ. അപ്പോൾ ഈ ജനങ്ങൾ ബൂത്തിൽ ചെല്ലുമ്പോൾ ചിന്തിക്കുമല്ലോ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, ആരാണ് നമ്മളെ സഹായിക്കുന്നത്, നമുക്ക് ആരാണ് വേണ്ടത്, നമ്മളെ സഹായിക്കുന്നവരല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. ഇവിടുന്ന് ഓരോ പ്രലോഭനങ്ങളും നൽകി വോട്ടും വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് നേരെ BJP-യിലേക്ക് പോകും. BJP-യിലേക്ക് ചെന്നിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഏതെല്ലാം രീതി ഉപദ്രവിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഉപദ്രവിച്ച് അവരെ ഈ രാജ്യത്തിലെ സൗഹൃദം ഇല്ലാതാക്കും. ഇന്ത്യ മഹാരാജ്യം ഏത് രീതിയിലായിരുന്നു സ്വാതന്ത്ര്യം വാങ്ങിയതെന്ന് ഈ പറയുന്ന ആൾക്കാർക്കാർക്കെങ്കിലും അറിയാമോ? ഈ ഇന്ന് എൻ്റെതാണെന്ന് പറയുന്ന ആൾക്കാർ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? എന്ത് കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ എന്ത് രീതിയിലാണ് സഹായിച്ചിട്ടുള്ളത്? എല്ലാ ഉപദ്രവമല്ല ചെയ്തിട്ടുള്ളത്. ഈ രാജ്യത്ത് ജീവിക്കുന്ന സാധാരണക്കാരൻ എന്താ നേട്ടങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ സഖാവ് ജയിച്ചിരിക്കും. അതുകൊണ്ട് യാതൊരുവിധ സംശയം വേണ്ട. ബൂത്തിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കുമല്ലോ നമുക്കൊരു നേരത്തെ ഗുളിക കാശ് തരുന്ന ആരാണ്, നമുക്കൊരു നേരത്തെ ആഹാരത്തിന് കാശ് തരുന്ന ആരാണെന്ന് ഈ ബൂത്തിൽ ചെല്ലുന്ന എല്ലാ ആൾക്കാരും ചിന്തിക്കുമല്ലോ. ചിന്തിച്ചിട്ടില്ലേ വോട്ട് ചെയ്യൂ. അവരെ സഹായിക്കുന്നവരല്ലേ അവർക്ക് വേണ്ടത്. അവരെ ഉപദ്രവിക്കുന്നവരെ സഹായിച്ചിട്ട് എന്താ ഗുണം? ഈ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കാനല്ലേ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഉള്ളത്. ഇവിടെ നിന്ന് BJP-യുടെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടാണ് നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അത് ഈ നാട്ടിലെ ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ളവർക്കറിയാമല്ലോ BJP-യുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആരാ എന്ത് പ്രവർത്തനം ഇവിടെ നടത്തുന്നത്? പ്രേമേന്ദ്രന് വേണ്ടി നടത്തുന്നത്. അന്നേരം ഈ നാട്ടിൽ ഏതെല്ലാം രീതി ഉപദ്രവിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ പാവപ്പെട്ടവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട്
ഈ കേരളത്തിലുള്ള ജനങ്ങൾ പ്രബുദ്ധരല്ലേ, അവർക്കറിയാമല്ലോ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. അവരെ ഇവിടുത്തെ ഇവരുടെ ഈ പുട്ടൊന്നും ഇവിടെ വേവത്തില്ല. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളോട് എന്നും ഉള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ബൂത്തിൽ ചെല്ലുമ്പോൾ ചിന്തിക്കണം, നമുക്ക് ആരാണ് വേണ്ടത്, നമുക്ക് ആരെയാണ് സഹായിക്കേണ്ടത്, നമ്മളെ സഹായിക്കുന്ന ആരാണ്, നമ്മളവരെ സഹായിക്കണം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് 17ാം ലോക്സഭയിലേക്ക് നടക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്നും എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഏറ്റവും വലിയ രാജ്യമെന്നും അറിയപ്പെടുന്ന ഈ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച് 70 വർഷത്തോളം കഴിഞ്ഞിട്ടും സമാന രീതിയിലുള്ള ലോകരാജ്യങ്ങൾക്കൊപ്പം വളരാൻ നാളിതുവരെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യ മഹാരാജ്യം പഴയ ബാർബേറിയൻ സംസ്കാരത്തിലേക്ക് പോകുന്ന ഒരു രീതിയിലുള്ള ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അതിക്രമം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ജനങ്ങൾ ഏകദേശം തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിനിടയ്ക്ക് ദൈവവിശ്വാസമെന്നും ശബരിമലയെന്നും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റും സംഘപരിവാർ ശക്തികളും നടത്തി വരുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വേറൊന്നുകൂടി പറയാൻ ഒരു പഴയ ഒരു കൊട്ടേഷൻ ഓർമ്മ വരികയാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസറിനും എന്നുള്ളൊരു കൊട്ടേഷൻ. ദൈവവിശ്വാസം വരുമ്പോൾ മാത്രമാണ് അത് ഇന്ത്യയുടെ ഭാഗിതയും നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസത്തിൻ്റെയോ മറ്റും പ്രശ്നമില്ല. ഇന്ത്യയുടെ ജനങ്ങളുടെ കൂടാനുകൂടി ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മതേതര സർക്കാർ വരണം എന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. 23-ാം തീയതിക്ക് ശേഷം ആ തീരുമാനം ഫലവത്തായി പുറത്തു വരും എന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട 2 സ്ഥാനാർത്ഥികളെയാണ് കൊല്ലത്ത് ഇരു മുന്നണികളും രംഗത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീവാർന്ന പോരാട്ടത്തിന് തന്നെ കൊല്ലം സാക്ഷ്യം വയ്ക്കുകയാണ്. മാന്യമഹാജനങ്ങളിൽ അഭിപ്രായം പങ്കുവച്ച ഓരോരുത്തരുടെയും വാക്കുകൾ വ്യക്തമാക്കുന്നതും ഈ പോരാട്ടത്തെക്കുറിച്ച് തന്നെയാണ്. മെയ് 23 വരെ കാത്തിരിക്കാം. മാന്യമഹാജനങ്ങളെ അടുത്ത മണ്ഡലത്തിലേക്ക് പോവുകയാണ്.